എത്രയധികം ജി ഫോഴ്സ് വന്നാലും, എന്ത് വലിയ ഇമ്പാക്റ്റ് വന്നാലും, എത്ര കിലോഗ്രാം ഫോഴ്സ് ഇമ്പാക്റ്റ് വന്നാൽ പോലും അകത്തിരിക്കുന്ന ഡ്രൈവറിനെ ഒരു പോറൽ പോലും പറ്റാതെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കോക്പിറ്റ്. ഒരു $1 ബില്യൺ ഡ്രൈവേഴ്സ് ക്യാബിൻ അല്ലെങ്കിൽ കോക്പിറ്റിനെ കുറിച്ച് കേട്ടാൽ, ഫോർമുല 1 കാറുകളുടെ കോക്പിറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻജിൻ കമ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ വീൽ സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം, അല്ലെങ്കിൽ എയറോഡൈനാമിക് സിസ്റ്റം പോലെ തന്നെ ഒരു ഇൻസൈൻ എഞ്ചിനീയറിംഗ് ഉള്ള ഒരു പ്ലേസ് ആണ് ഈ ഡ്രൈവേഴ്സ് കോക്പിറ്റ് എന്ന് പറയുന്നത്. ഡ്രൈവേഴ്സ് കോക്പിറ്റിനെ സർവൈവൽ സെൽ എന്നും പറയും. കാരണം ആ ഒരു പർട്ടിക്കുലർ റീജിയൻ ബോത്ത് സേഫും ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പാക്റ്റ് വന്നാലും അത് സേഫും ആയിരിക്കണം, അതേപോലെ ഡ്യൂറബിളും ആയിരിക്കണം, വെയിറ്റ്ലെസ്സും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ സർവൈവൽ സെൽ അല്ലെങ്കിൽ കോക്പിറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് കെവിലാർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഡ്രൈവേഴ്സിന്റെ സീറ്റിംഗ് പൊസിഷൻ ഇച്ചിരി ഒരു ഫണ്ണായിട്ടുള്ളൊരു സംഭവമാണ്. അത് അവരിയ്ക്കുന്ന റിക്ലൈൻഡ് പൊസിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലെഗ് അവരുടെ ബട്ടക്സിനേക്കാൾ ഒരു 300 mm മുകളിലാണ്. ഇങ്ങനെ ഒരു റിക്ലൈൻഡ് പൊസിഷൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കാറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. 2018 മുതൽ ഹാലോ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ F1 ഡ്രൈവേഴ്സ് ക്യാബിന് മുകളിലുണ്ട്. അത് വളരെ ടഫായിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് മേക്ക് ചെയ്തിരിക്കുന്നത് ടൈറ്റാനിയം എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അത് ഡയറക്റ്റ്ലി ചേസ് ചെയ്യുക, കാറിന്റെ ചേസിയുമായിട്ട് കണക്റ്റഡ് ആണ്. എന്തിനാ വെച്ചാൽ ഡ്രൈവറിനെ ഡെബ്രിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ഇമ്പാക്റ്റുകളിൽ നിന്ന് സേഫ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഒരു F1 ടീമിന്റെ സൈൻ ചെയ്തു അവർ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതേ ഷേപ്പിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ആ ക്യാബിൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ അതേ ഷേപ്പിൽ ഒരു ഫോം ഡിസൈൻ ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു എൻറ്റയർ ഡ്രൈവേഴ്സ് ക്യാബിനെ കാസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈവറിൻ്റെ എക്സാക്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്യുന്ന വെച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഇപ്പോൾ സൈഡ് ബാർസിൽ പോയി അതിശക്തമായിട്ട് ഇടിച്ചു, കാറിന് തീ പിടിച്ചു. ഇപ്പോൾ അങ്ങനെ ഉണ്ടാകാറില്ല, റെയറാണ്. ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈവറിന് ആ കാറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റണം. അതിന് ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ഈ ബെൽറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ വിത്തിൻ 5 seconds ഡ്രൈവറിന് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റണം. ഈ ഡ്രൈവേഴ്സ് ക്യാബിൻ ഡ്രൈവറിന്റെ എക്സാക്റ്റ് ഷേപ്പിൽ കാസ്റ്റ് ചെയ്യുന്നത് എന്തിനാന്നുള്ളത് ഞാനൊരു വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എടുത്തു പറയുന്നതാണ് ആ ഒരു സ്റ്റിയറിംഗ് വീൽ. 25ഓളം ബട്ടൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് F1 കാറിലുള്ളത്. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെ, ആ കാറിന്റെ സിസ്റ്റത്തിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഹബ്ബാണ് ആ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. അത് ഡിറ്റാച്ചബിൾ ആണ്. ഫോർമുല 1 കാറുകളുടെ സ്റ്റിയറിംഗിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡ്രൈവേഴ്സ് ക്യാബിന്റെ കൂടെ തന്നെ പറയേണ്ടതാണ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഹെഡ് ആൻഡ് നെക്ക് സപ്പോർട്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോർമുല 1 ഡ്രൈവേഴ്സ് ഗിയറപ്പ് ചെയ്യുമ്പോഴത്തേനും അവരുടെ ഹെൽമെറ്റ്സിനെ അവരുടെ ബോഡിയിലേക്ക് ഹാർനസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസീവായിട്ടുള്ള ജി ഫോഴ്സ് അവരുടെ ബോഡി പറഞ്ഞ കരുത്തിനെ അല്ലെങ്കിൽ ബോഡിയെ ഇമ്പാക്ട് ചെയ്യരുത്. അതിനുവേണ്ടിയാണ് ഹാൻഡ്സ് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഒരു റയർ കേസ്, അതായത് കാറിന് തീ പിടിച്ചു എന്ന് പറഞ്ഞാലിപ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 5 സെക്കൻഡ് ഉണ്ട് ഡ്രൈവറിന് കാറിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ. ആ സമയം കൊണ്ട് തീ അകത്ത് വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഫയർ സപ്രഷൻ സിസ്റ്റം. അത് ഈ എൻ്റയർ ക്യാബിനിലുണ്ട്. അത് ഡ്രൈവറിന് എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആവും. നിങ്ങൾക്ക് F1 ഡ്രൈവേഴ്സ് ക്യാബിൻ അല്ലെങ്കിൽ F1 കാറിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫാക്ട്സ് അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. മണിക്കൂറിൽ 300, 350, 400 km/h സ്പീഡിൽ പോകുന്ന കാറിനെ അത്രയും സേഫ്റ്റിയോടുകൂടി ഒരു ഡ്രൈവേഴ്സ് കോക്പിറ്റ് ഡിസൈൻ ചെയ്ത ആ എഞ്ചിനീയേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.